ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. വേണ്ടത് എനിക്ക് കുളിച്ചാണ്. രാവിലെ ഞങ്ങള് ദോശ, ചമ്മന്തി, ബുൾസയൊക്കെ വെച്ച് കഴിക്കുകയാണ്. നല്ല മഴയാണ്, അപ്പോൾ തട്ട് ദോശ കഴിച്ചാലോ എന്നൊരു കൊതി. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ദോശ, ചമ്മന്തി, നല്ല ഓംപ്ലേറ്റ് അല്ലെങ്കിൽ ബുൾസ ഏതെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ലെണ്ണയാണ് നമ്മൾ പുരട്ടുന്നത്. നല്ലെണ്ണ പുരട്ടി ദോശ, നല്ല ഒറിജിനൽ ഭക്ഷ്യയോഗ്യമായ നല്ലെണ്ണയുണ്ട്, അത് വാങ്ങിച്ചാൽ മതി. ഭക്ഷ്യയോഗ്യം എന്ന് പറയുന്ന നല്ലെണ്ണ ഇതേ നല്ലെണ്ണയാണ് കേട്ടോ. ഇതിലാണ് ദോശ ചുടുന്നത്. പെട്ടെന്ന് ദോശ ഇളകി വരികയും ചെയ്യും. അതിൽ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ലെണ്ണ വെച്ച് ദോശ ഇട്ട് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എൻ്റെ മകന് ദോശയും ചമ്മന്തിയും ബുൾസയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ദോശ എന്ത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളകി വന്നെന്നുണ്ടോ? അതാണ് നല്ലെണ്ണയുടെ പ്രത്യേകത. ദോശ ഒന്ന് തൊട്ടാൽ മതി ഇളകിങ്ങി വരും. കൈ കൊണ്ട് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ചൂടാണ്, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇളക്കുന്നില്ല. അപ്പോൾ ചട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇളകി വരും. ഇതാ അങ്ങനെ ഇവിടെ ചൂട് ദോശ തയ്യാറായിട്ടുണ്ട്. ഇതാ കണ്ടോ കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തിക്കുള്ളത് തയ്യാറാക്കാം കേട്ടോ. ചമ്മന്തി അരയ്ക്കാം. ഇവിടെ നമ്മൾ 3 പേരേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ചമ്മന്തിയുടെ ആവശ്യമുള്ളൂ. തേങ്ങ ഇത്രയും മതി, അല്ലെങ്കിൽ വേസ്റ്റ് ആവും. ചെറിയ ഉള്ളി ഒരുപാട് ഇടും കേട്ടോ. ചമ്മന്തിക്ക് എനിക്ക് ഉള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഞാൻ ഒരു 4-5 കഷ്ണം ഇടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചമ്മന്തിക്ക്. പിന്നെ ഇതാ കുറച്ച് ജീരകം, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇത്ര ഇടുള്ളൂ. മുളക് പൊടി 1 സ്പൂണ് മതിയാവും. ഒരുപാടായ എരിവായിരിക്കും, കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ചമ്മന്തിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കട്ടിയൊന്നും വേണ്ട ചമ്മന്തിക്ക്. അപ്പം നല്ല വെള്ളം ഒഴിച്ച് എനിക്ക് നല്ല ലൂസ് ചമ്മന്തിയാണ് ഇഷ്ടം. ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചമ്മന്തി ഇല്ലേ, നല്ല ലൂസായിട്ട് കിടക്കും, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത്രയും ലൂസിൽ ഇനി ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. ചമ്മന്തിക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പം കുറച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഏകദേശം 1 സ്പൂണ് അത്രയും മതി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കടുകും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിലെ എൻ്റെ അമ്മാമ്മയ്ക്ക് ദോശ കച്ചവടമായിരുന്നു. അമ്മാമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ അമ്മാമ്മ വെളുപ്പിനെ 5 മണിക്ക് ദോശ ചുടാനായിട്ട് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ കുറേ പിള്ളേർ സെറ്റുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഈ അമ്മാമ്മയുടെ ദോശ കഴിക്കാനായിട്ട് ചെല്ലും. എൻ്റെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കും, എന്നാലും അമ്മാമ്മ ചുടുന്ന ദോശയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം. ആ ചൂട് ദോശയും ചമ്മന്തിയുടെയും ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിൽ നിന്നും മാറിയിട്ടില്ല. അങ്ങനെ ഒരു ടേസ്റ്റിൽ ചമ്മന്തിയും ദോശയും ഇതുവരെ മറ്റാരുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടുമില്ല. അന്ന് പിള്ളേരെല്ലാം മത്സരമാണ്. ആദ്യം ആരെത്തുന്നോ അവർക്കായിരിക്കും ആദ്യം ദോശ നൽകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എണീറ്റ് ഉടനെ തന്നെ പെട്ടെന്ന് പല്ല് തേച്ച് വീട്ടിൽ നിന്ന് ഒരു ഓട്ടമാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നോ, അമ്മാമ്മയുടെ മുന്നിൽ ഒരുപാട് പിള്ളേർ ഇങ്ങനെ വരിയായിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ ദോശയും ചമ്മന്തി എന്ന് പറയുമ്പോൾ പ്രധാനമായും കേരളീയർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രഭാത ഭക്ഷണം തന്നെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഉപ്പ് പൊടിയല്ല കല്ലുപ്പാണ് കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഈ ലൂസ് മതി, ഇത്രയും ലൂസ് വേണം കേട്ടോ. ഇതങ്ങ് തിളപ്പിക്കരുത്. പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടെക്സ്ചർ അങ്ങ് മാറും. ആ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചമ്മന്തി. അങ്ങനെ ഈ ചമ്മന്തി നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കാൻ വെക്കണം. അപ്പം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടേസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി തിള വരുമ്പോൾ ഒന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ബുൾസ അടിക്കാനുള്ള പരിപാടി നോക്കാം. ബുൾസ അടിക്കാൻ മുട്ട ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. മുട്ട ഉണ്ട്, മതി. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിക്കാം. അതിൻ്റെ മഞ്ഞക്കരി പൊട്ടാതെയാണ് നമുക്ക് ബുൾസ അടിക്കേണ്ടത്.
അപ്പോൾ ഒരെണ്ണം വിജയിച്ചിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ നമുക്കത് സെറ്റ് ചെയ്യണം. രണ്ട് സെറ്റായിട്ടുണ്ട്. അടുത്ത് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കണം. കുരുമുളക് ഉപ്പൊക്കെ ഇട്ടു. പിന്നെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ മഞ്ഞക്കറി പൊട്ടാതെ നമുക്ക് വെളിയിലെടുക്കണം. അപ്പോൾ അതെങ്ങനെയും ഇതൊന്ന് ട്രൈ ചെയ്യാം, എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിന് നമ്മൾ മഞ്ഞക്കറി പൊട്ടാതെ ഇളക്കിയെടുക്കാനുള്ളൊരു പരിപാടിയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. മഞ്ഞക്കറി പൊട്ടിയാൽ ചെറുക്കൻ എന്നെ ശരിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയും പൊട്ടിക്കാതെ അവനെടുത്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഈ പുൾസ് ചുടാൻ കയറാത്തത് എൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും പൊട്ടും. അതുകൊണ്ടാണ് പൊട്ടാത്ത രീതിയിൽ ഇത് ഒരു നല്ലൊരു ഷെഫിൻ്റെ ഒരു കഴിവോട് കൂടി ഞാനിത് പൊട്ടാതെ എടുത്തിട്ടുണ്ട്. പുറത്താരോടൊന്നും പറയണ്ട, ഷെഫാണെന്ന്. അത് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും എന്തോ ഭാഗ്യം പൊട്ടാതെ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ എന്നെ പൊട്ടിക്കും. ആ ബുൾസയ്ക്ക് ശകലം ഒന്ന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അത് ചേട്ടൻ എടുത്താൽ മതി. അത് മിക്കവാറും എൻ്റെ അതിലേ വരും. അപ്പോൾ രാവിലെ ദോശയും നല്ല ചമ്മന്തി. എനിക്ക് ഈ കടുവറുത്ത മുളകെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ മുളകിനകത്ത് ഒരു എണ്ണയുണ്ട്, കടുവറുത്ത എണ്ണ. അതിനെ ഇങ്ങനെ പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു പ്രത്യേക ഒരു ഹൈലൈറ്റ് സാധനമാണ്. രണ്ട് പപ്പടം കൂടെ ഉണ്ടായിരുന്നു, സെറ്റായതിന്. ഞാൻ പറഞ്ഞില്ലേ ഈ കടുവറുത്ത മുളകെന്ന്. ഈ കടുവറുത്ത മുളകിനകത്ത് നിന്ന് ഈ എണ്ണ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണത്. കടുവറുത്ത മുളകാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ അതും കൂട്ടി ഒരു പിടി എന്ന് പറഞ്ഞ ശകലം ഇങ്ങനെ എടുത്ത് നമ്മൾ അത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി, സൂപ്പർ. രാവിലത്തെ കാപ്പി പിടിക്കാൻ ഞങ്ങൾ നടന്നു. ഇനി അകത്ത് കുറച്ച് പരിപാടിയുണ്ട്. 10 മണിക്ക് വല്ലതും കഴിക്കണ്ടേ, അപ്പം അതുണ്ട്.